ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വികസന യാത്രയിൽ വനിതകൾ, യുവജനങ്ങൾ, ദരിദ്രർ, കർഷകർ എന്നിവർ സുപ്രധാന പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുന്നു. KSEBയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടത്തുന്ന സുരക്ഷാ ഓഡിറ്റ് 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ശുചിത്വവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ട് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. വനിതകൾ, യുവജനങ്ങൾ, ദരിദ്രർ, കർഷകർ എന്നിവർ രാജ്യത്തിന്റെ വികസന യാത്രയിൽ നെടും തൂണായി നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആദ്യ PM മിത്ര പാർക്ക്, ഗോത്രമേഖലയിലെ ഉന്നമനത്തിനായി ആദി സേവാ പർവ്, സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ, 8ാമത് രാഷ്ട്രീയ പോഷൺ മാഹ് ക്യാമ്പയിൻ തുടങ്ങിയവ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അമീബിക് മസ്തിഷ്ക ജ്വരത്തെ സംബന്ധിച്ച അടിയന്തര പ്രമേയ ചർച്ച നിയമസഭയിൽ ആരംഭിച്ചു. സംസ്ഥാന നിയമസഭാ ചട്ടം 55 പ്രകാരമാണ് നടപടികൾ നിർത്തിവെച്ച് ചർച്ച നടത്തുന്നത്. പ്രതിപക്ഷത്ത് നിന്ന് N. ഷംസുദ്ദീൻ അവതരിപ്പിച്ച ഉപക്ഷേപത്തെ തുടർന്നാണ് ചർച്ച. പൊതുജനാരോഗ്യം സംബന്ധിച്ച പ്രധാന പ്രശ്നങ്ങൾ ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്നും ചർച്ച ചെയ്യാമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 2 മണിക്കൂറാണ് ചർച്ച. സംസ്ഥാനത്ത് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കെതിരെ 8,55,00,000 രൂപ പിഴ ചുമത്തിയതായി VK പ്രശാന്തിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി MB രാജേഷ് പറഞ്ഞു. സാനിറ്ററി നാപ്കിൻ, ഡയപ്പർ മാലിന്യങ്ങൾ പൂർണ്ണമായി സംസ്കരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തും. 6 ലക്ഷത്തിലേറെ പേർക്ക് ലൈഫ് പദ്ധതി പ്രകാരം സ്വന്തമായി വീടുകൾ നൽകുമെന്നും PC വിഷ്ണുനാഥിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി ലൈനുകൾ ഇൻസുലേറ്റഡ് കണ്ടക്ടറുകളാക്കുന്നത് സേഫ്റ്റി കമ്മീഷണറുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷം ആസൂത്രണം ചെയ്യുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSEBയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടത്തുന്ന സുരക്ഷാ ഓഡിറ്റ് 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഹൈഡ്രജൻ വാലി പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അനുമതി ലഭിച്ചതായും ശ്രീ കൃഷ്ണൻകുട്ടി അറിയിച്ചു. അനർട്ടിന്റെ നേതൃത്വത്തിൽ കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ പദ്ധതി നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട്. 131.18 കോടി രൂപയുടെ പദ്ധതിക്കാണ് അനുമതി ലഭിച്ചിട്ടുള്ളത്. ഇതിൽ 53.4 കോടി രൂപ കേന്ദ്ര സഹായമായി ലഭിക്കും. കൊച്ചി, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പൈലറ്റ് ഘട്ടത്തിൽ ഒരു വർഷം 57 ടൺ ഹൈഡ്രജൻ ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ ശരീരത്തിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി മന്ത്രി വീണ ജോർജ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. യുവതിയുടെ ശരീരത്തിൽ നിന്ന് ഗൈഡ് വയർ നീക്കം ചെയ്യുന്നതിന് തുടർ നടപടി സ്വീകരിക്കുമെന്നും സൌജന്യമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. യുവതിയുടെ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് ഇത്തരം സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ലഭിച്ചാൽ അത് എത്രയും വേഗം അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. വീഴ്ചയുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ആവശ്യമായിട്ടുള്ള വിദഗ്ധ ചികിത്സ സൌജന്യമായി ലഭ്യമാക്കുന്ന കാര്യം ഉറപ്പുവരുത്തുന്നതാണ്. സംരംഭക വർഷം പദ്ധതിയിലൂടെ 3,53,133 പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതായി മന്ത്രി P. രാജീവ്. ഇതിൽ 31% സ്ത്രീ സംരംഭകരാണെന്നും നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രി വ്യക്തമാക്കി. ആകെ രജിസ്ട്രേഷൻ 16 ലക്ഷമായി ഉയർന്നതായും 22,688.46 കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായും മന്ത്രി സഭയെ അറിയിച്ചു. 7,49,712 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. എല്ലാ ജില്ലകളിലും MSME ക്ലിനിക്കുകൾ ആരംഭിച്ചതായും ശ്രീ രാജീവ് വ്യക്തമാക്കി. ഇന്റഗ്രേറ്റഡ് അർബൻ റീജനറേഷൻ ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം പദ്ധതിക്ക് വേണ്ടി 3,716 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി VN വാസവനാണ് ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത്. പദ്ധതിയിൽ ഉൾപ്പെട്ട കോന്തുരുത്തി കനാലിന്റെ ആഴവും വീതിയും കൂട്ടുന്നതിനും സംരക്ഷണ ഭിത്തിയും കലുങ്കും പുനർനിർമ്മിക്കുന്നതിനുമായി 41.33 കോടി രൂപ വകയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശുചിത്വവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ട് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് തുടക്കമായി. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ നീളുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത്. കേരളത്തിൽ ശുചിത്വോത്സവം എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും മാലിന്യം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി വൃത്തിയാക്കും. ശുചീകരണ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പും നടത്തുന്നുണ്ട്. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര സേവാ പർവ് പരിപാടിയിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ സുധാമൂർത്തി സംസാരിക്കുന്നു. 75 വയസ്സിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർത്തവ്യബോധത്തോടെ അക്ഷീണം പ്രവർത്തിക്കുന്നതായി സുധാമൂർത്തി പറഞ്ഞു. What a milestone and what a journey he had. He worked very hard towards nation and still working like a youngster even though he's 75. Lokahitam mama karaniyam is probably his mantra and which he has followed throughout his life. ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ വ്യക്തികളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വം ലോക പ്രശംസ നേടുകയാണ്. പുതുതലമുറ GST പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. 2500 രൂപയിൽ താഴെ വിലയുള്ള പാദരക്ഷകളുടെ GST നിരക്ക് 5% കുറച്ചത്. മരം, കല്ല്, ലോഹങ്ങൾ എന്നിവയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങളുടെ നികുതി നിരക്ക് 12% നിന്നും 5% കുറച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സഞ്ചാരികൾക്ക് മനം നിറയ്ക്കും കാഴ്ചകളൊരുക്കി ഇടുക്കി പൈനാവിലെ മൈക്രോവേവ് വ്യൂ പോയിന്റ്. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയിടുക്കുകളിലേക്ക് മറയുന്ന സൂര്യന്റെ അസ്തമയ കാഴ്ച മൈക്രോവേവ് വ്യൂ പോയിന്റിനെ മറ്റിടങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാക്കുന്നു. ഒപ്പം ഇടുക്കി വനത്തിൽ മേഞ്ഞു നടക്കുന്ന വന്യമൃഗങ്ങളെയും ചിലപ്പോഴൊക്കെ കാണാൻ സാധിക്കും. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 9 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് പ്രവേശന നിരക്ക്. ചണ്ഡിഗഡിൽ നടക്കുന്ന ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 1:30 മത്സരം. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഓസ്ട്രേലിയയ്ക്കായിരുന്നു ആദ്യ ജയം. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്രം ചലോ ജീത്തെ ഹെ രാജ്യവ്യാപകമായി റിലീസ് ചെയ്യുന്നു. ഇന്നു മുതൽ ഒക്ടോബർ 2 വരെ പ്രത്യേക പ്രദർശനമുണ്ടാകും. സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്ത വ്യക്തമാക്കുന്ന ചലച്ചിത്രം 2018 ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ട ഷോർട്ട് ഫിലിമുകളിലൊന്നാണ്. സ്കൂളുകളിലും 500ഓളം സിനിമാശാലകളിലും ചിത്രം പ്രദർശിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യം വലിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രസേവനത്തിനായി പ്രധാനമന്ത്രിക്ക് സുദീർഘവും ആരോഗ്യവുമുള്ള ജീവിതമുണ്ടാകട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളും ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. ആശംസകൾ നേർന്നവർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വികസന യാത്രയിൽ വനിതകൾ, യുവജനങ്ങൾ, ദരിദ്രർ, കർഷകർ എന്നിവർ സുപ്രധാന പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച പുരോഗമിക്കുന്നു. KSEBയുടെ നേതൃത്വത്തിൽ സ്കൂളുകളിൽ നടത്തുന്ന സുരക്ഷാ ഓഡിറ്റ് 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ശുചിത്വവും ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ലക്ഷ്യമിട്ട് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് രാജ്യത്ത് തുടക്കമായി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ-ഓസ്ട്രേലിയ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.